കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടാക്കിയത് SDPI-കാരാണെന്ന CPM ആരോപണത്തിനെതിരെ പ്രദേശവാസികൾ. മുതലാളിമാരെ തൊട്ടപ്പോൾ നേതാക്കൾക്ക് പൊള്ളിയതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സമരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടായെങ്കിൽ പോലീസ് കണ്ടെത്തട്ടെയെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. പോലീസ് നടപടിക്കെതിരെ UDF പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തെ ക്രൂരമായി നേരിട്ട പോലീസ് നടപടിയെ ന്യായീകരിച്ചാണ് സമരത്തിന് പിന്നിൽ SDPI ആണെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് ആരോപിച്ചത്. ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അത് വന്നത് SDPIയുടെ ആളുകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം അവർ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെയും അത്തരം സംഭവങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ നടത്തിയ സമരമാണെന്നും മുതലാളിമാരുടെ ഫാക്ടറി കത്തിയപ്പോഴാണ് നേതാക്കൾക്ക് പൊള്ളിയതെന്നുമായിരുന്നു ആരോപണത്തിനുള്ള നാട്ടുകാരുടെ മറുപടി. 2 വണ്ടി പുറകിൽ വന്ന് കിടക്കുന്നു, ഫ്രഷ് കട്ടിന്റെ വണ്ടി പുറകിൽ വന്ന് കിടക്കുന്നു. ആ സമയം തന്നെ ഗ്രാനേഡ് എറിയുകയും ആ സമയത്ത് തന്നെ ഇപ്പോൾ കമ്പനിയുടെ തീ കത്തുകയും ചെയ്യണമെങ്കിൽ അതാരാ നോഹിക്കാൻ ചോറുണ്ടെന്ന് ആർക്കും പറ്റത്തില്ലേ. സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്തെത്തി. ഈ സമരക്കാർ ഒരിക്കലും അക്രമികളാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാന്റ് അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്ലാന് നിയമാനുസൃതമായി പ്രവർത്തിക്കുക എന്നുള്ളതല്ലോ. ആ പ്ലാന് നിയമാനുസൃതമായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവനത്തിന് പോരാട്ടം നടത്തുന്നവർ ഒരു സമരരംഗത്ത് ഒന്ന് അക്രമം അഴിച്ചുവിട്ട് ജയിലിൽ പോകാൻ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ഈ അക്രമം മനഃപൂർവ്വമായി ഉണ്ടാക്കിയതാണ്. അതാരാണ് എന്ന് കണ്ടെത്തണം. പോലീസ് നടപടിക്കെതിരെ താമരശ്ശേരിയിൽ UDF ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മീഡിയ 1 കോഴിക്കോട്.